അസ്സലാമു അലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്കവാറും എല്ലാ വീടുകളിലും മണി പ്ലാന്റ് ഉണ്ടാകും. വെള്ളത്തിൽ മുക്കി വെച്ചാൽ തന്നെ അത് നന്നായിട്ട് കിളിർത്ത് നല്ല ഉഷാറായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. പക്ഷേ പലപ്പോഴും നമുക്കത് സാധ്യമാകാറില്ല, ഇല്ലേ? അതിൻ്റെ കാരണങ്ങളും പ്രതിവിധികളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. മണിപ്ലാന്റിൻ്റെ ശരിക്കുമുള്ള പേര് പോത്തോസ് എന്നാണ്. പല വിധത്തിലുള്ള പോത്തോസ് ഉണ്ട്. ചിലതിൻ്റെ പേരുകൾ പരിചയപ്പെടുത്താം. ഗോൾഡൻ പോത്തോസ്, മാർബിൾ ക്വീൻ പോത്തോസ് എന്നാണ് ഈ ചെടിയെ വിളിക്കുന്നത്. ഇത് ജേഡ് പോത്തോസ്, നിയോൺ പോത്തോസ്, ഡ്രാഗൺസ് ടെയിൽ പോത്തോസ്, സ്വിബ് ബ്ലൂ പോത്തോസ്, അതുപോലെ തന്നെയുള്ളതാണ് ബാൾട്ടിക് ബ്ലൂ, ഗ്ലോബൽ, പേഴ്സ് ആൻഡ് ജെയ്ഡ് പോത്തോസ്, എൻജോയ് പോത്തോസ് ഇത് എൻ്റെ അടുത്തുണ്ട്. ഗ്ലേസിയർ പോത്തോസ്, ആദ്യം ഗോൾഡൻ പോത്തോസും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മഞ്ജുള, ജസീനിയ, വെരിഗേറ്റഡ്, നിയോൺ പോത്തോസ്, സ്നോ ക്വീൻ പോത്തോസ്, പിന്നെ ഇത് ഹെറൽ ക്വീൻ പോത്തോസ്, സാറ്റിൻ പോത്തോസ്, അതുപോലെ തന്നെ സിൽവർ സാറ്റിൻ പോത്തോസ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കണ്ടുവരാറുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും പുറമേയും ചിലർ വളർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? മഴക്കാലം ആയതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസത്തേക്ക് കുറച്ച് നേരം പുറത്ത് വെച്ചേ ഉള്ളൂ. അപ്പോഴത്തേക്കും കണ്ടില്ല, ബ്രൗൺ കളറായി വെയിലടിച്ചിട്ടാണ്. ഇതിൽ ധാരാളം ഇപ്പം പുതിയ വള്ളികളൊക്കെ മുളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി നടാം. കണ്ടില്ലേ, വേരുകൾ കിളിർത്ത് വരുന്നത് ഏരിയൽ റൂട്ട്സ് എന്നാണ് പറയുന്നതിന്. അപ്പോൾ ഓരോ നോഡ്സ്, അതായത് ഒരു ലീഫും ആ വേരും അടങ്ങിയ തണ്ടിനെയാണ് നമ്മൾ നോഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ നോഡുള്ള ഭാഗം വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഒരു വള്ളിയിൽ തന്നെ നമുക്ക് 5-10 നോഡ്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ അതിൻ്റെ എത്ര വേണം, എങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വെട്ടിയെടുക്കാം. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പോഴൊന്നും നമുക്കിതിൽ വേര് മുളച്ച് കിട്ടണം എന്നില്ല. നമ്മൾ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇത് വളർത്തുന്നതും വളരെ വിഷമമുള്ള കാര്യമൊന്നുമല്ല, എങ്കിൽ കൂടി പലപ്പോഴും അത് ഉണങ്ങിപ്പോകാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് വെട്ടിയെടുക്കാം. കുറച്ചൊരു സ്ഥലം വിട്ടിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. നമുക്ക് എന്തായാലും നന്നായിട്ട് മണ്ണ് വല്ലതുണ്ടെങ്കിൽ അത് കളയണമല്ലോ, അതിന് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് വൃത്തിയാക്കി, ഇത് കണ്ടില്ലേ, ഒരു 4 അല്ലെങ്കിൽ 6 ഇഞ്ച് വരെ, അല്ലെങ്കിൽ 10 തൊട്ട് 15 സെൻറ്റിമീറ്റർ നീളത്തിൽ വരെ നമുക്ക് വെള്ളത്തിലോട്ട് മുക്കി വെച്ചിട്ട് അത് പിടിപ്പിച്ചെടുക്കാം. പക്ഷേ ഓരോ നോഡ്, അതായത് ഇലയും വേരും അടങ്ങുന്ന ഓരോ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതാ ഞാൻ 3 എണ്ണത്തിൽ നിന്ന് ഇത്രയും വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ല ടാപ്പ് വാട്ടറിൽ തന്നെ എന്തിലെങ്കിലും, ഞാനിത് ഗ്ലാസ്സിലാക്കിയിട്ട് ഇതിൽ മുക്കി വെക്കുകയാണ്. ചിലപ്പോൾ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പുതിയ വേരുകൾ ഇറങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം. കാരണം തണുപ്പാണെങ്കിൽ കുറച്ച് വിഷമമായിരിക്കും. ഇത് വേനൽക്കാലത്താണ് ഏറ്റവും ബെസ്റ്റ്. കണ്ടില്ലേ, മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, പലരും ഇങ്ങനെയൊക്കെ ചെയ്താലും വേരുകൾ മുളച്ചിൽ നിന്ന് വരില്ല, അല്ലേ? അതിന് പ്രധാന കാരണം നീളമാണ്. ഭയങ്കര നീളത്തിൽ അങ്ങോട്ട് വള്ളി വെള്ളത്തിൽ മുക്കി വെച്ചാലൊന്നും ചിലപ്പം വേര് പിടിച്ച് അത് ഉഷാറാകില്ല. അപ്പോൾ നമ്മൾ സിംഗിൾ നോഡ് ഒരു 4 തൊട്ട് 6 ഇഞ്ച് അല്ലെങ്കിൽ 10 തൊട്ട് 15 സെൻറ്റിമീറ്റർ നീളത്തിൽ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇരുട്ടുള്ള ഭാഗത്ത് വെക്കരുത്, വെളിച്ചം വേണം. നല്ല വെളിച്ചത്തിലും വെക്കരുത്, കാരണം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ല. പിന്നെ ഇതൊന്ന് മുളച്ച് കിട്ടാൻ കുറച്ച് ക്ഷമ നമുക്ക് ആവശ്യമുണ്ട്. ചിലത് 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ പുതിയ വേരുകൾ ഇറങ്ങും. പക്ഷേ കാലാവസ്ഥയും ആ റൂമിൻ്റെ ടെമ്പറേച്ചറൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പം 1 മാസമൊക്കെ പിടിച്ചെന്നിരിക്കും. അപ്പം നമ്മൾ കുറച്ച് ക്ഷമിച്ചേ പറ്റുള്ളൂ. ചിലർ ഇതിൻ്റെ മുറിവ് ഉണങ്ങാനൊക്കെ വെക്കും, അത് പാടില്ല.
അതുപോലെ AC-യിൽ എപ്പോഴും വെക്കുന്ന പോത്തോസ് ചിലപ്പം വളർച്ച മുരടിച്ച് അങ്ങനെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് വെട്ടിയെടുത്താലും ശരിയാകില്ല. അതുപോലെ ഒത്തിരി പഴക്കമുള്ള വള്ളിയിൽ നിന്നും അല്ലെങ്കിൽ അത്ര ഉഷാറില്ലാത്ത വള്ളിയിൽ നിന്നൊക്കെ മുറിച്ചെടുത്തതും നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റിയേ പറ്റുള്ളൂ. അതുപോലെ സോഫ്റ്റ് വാട്ടർ നമ്മൾ ട്രീറ്റ് ചെയ്ത ഹാർഡ് വാട്ടർ ഇല്ലേ, അതിൽ നിന്ന് മഗ്നീഷ്യം കാൽസ്യം ഒക്കെ പോയാൽ സാൾട്ടായിരിക്കും കൂടുതൽ. അത് ചെടിക്ക് ദോഷമേ വരുത്തുള്ളൂ. ഇത്രയാണ് സാധാരണയായിട്ട് നമ്മൾ ഒരു ചെടിയുടെ വേര് പിടിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെയുള്ളത്, ചെടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ധാരാളമായിട്ട് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മേൽമണ്ണ് ഒന്ന് ഉണങ്ങിയെന്ന് കാണുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ചെറിയ ചട്ടി കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ വേരുകളൊക്കെ നിറഞ്ഞ് ചട്ടി തികയാതെയാവും. അപ്പം നമ്മളതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത്, അതുപോലെ വള്ളി വല്ലാതെ പടർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് വെക്കുന്നതായിരിക്കും ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമം. മണ്ണും മാറ്റി കൊടുക്കണം, അതിനാവശ്യമായ വളവും ചെയ്തിരിക്കണം. പലപ്പോഴും ഇല മഞ്ഞിച്ചുണ്ടാവും, അതിന് സൺലൈറ്റ് കിട്ടാത്തതായിരിക്കും, അല്ലെങ്കിൽ വെള്ളം കൂടിയത് കാരണമായിരിക്കും, അല്ലെങ്കിൽ ഡ്രെയിനേജ്, അതായത് മണ്ണ് ഒന്ന് ലൂസുള്ള മണ്ണ് വേണം ഈ ചെടികൾക്ക്. അതുപോലെ നമ്മൾ കൂടുതൽ വെള്ളം ഒരിക്കലും പോത്തോസിന് വേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ പോത്തോസിൻ്റെ ഇല ഉണങ്ങി സൈഡൊക്കെ എന്താ പറയുക, ബ്രൗൺ കളറായി പോയിന്നിരിക്കും. അതുപോലെ വെള്ളം കൂടിയാൽ മഞ്ഞ കളറും ആകും. ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ പോത്തോസ്, അതായത് മണി പ്ലാന്റ് നമ്മൾ വിളിക്കുന്ന ഈ ചെടികൾ ഉഷാറാക്കിയെടുക്കാൻ പറ്റും. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും തന്നെ വിശ്വാസം. അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും. അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.